തുടർന്നു. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ വ്യക്തത വരുത്താൻ CPIM. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് കണക്ക് അവതരിപ്പിക്കും. വരവ് ചെലവ് കണക്ക് പരസ്യപ്പെടുത്തേണ്ടതില്ല എന്ന മുൻ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞാണ് പാർട്ടി ഇന്ന് കണക്ക് അവതരിപ്പിക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന V. കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ട വിവരങ്ങളാണ് കണക്ക് പുറത്തുവിടാൻ പാർട്ടിയെ നിർബന്ധിതമാക്കിയത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ നടത്തിയ വിവിധ ഫണ്ട് വെട്ടിപ്പ് വ്യക്തമാക്കുന്ന പുസ്തകവും കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. ധൻരാജ് രക്തസാക്ഷി ഫണ്ടിന് പുറമെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിലും വൻ തിരിമറി നടന്നുവെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. മണിപ്പൂരിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് പിന്നാലെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. കുക്കി മേഖലകളിൽ സമ്പൂർണ്ണ അടച്ചിടലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുരാചന്ദ്പൂർ കേന്ദ്രീകരിച്ച് ഇന്ന് പ്രതിഷേധ റാലിയും നടക്കും. ഇന്നലെ ചുരാചന്ദ്പൂരിൽ പോലീസിന് നേരെ കല്ലേറും റോഡിൽ ടയറുകൾ കത്തിച്ച് പ്രതിഷേധവും നടന്നിരുന്നു. സംഘർഷം കനത്തതോടെ കൂടുതൽ സുരക്ഷാ സേനയെ ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം ഉപമുഖ്യമന്ത്രി നേംച കിംചൻ അടക്കം മന്ത്രിസഭയിൽ ചേർന്ന 3 കുക്കി MLA-മാരെ കൊലപ്പെടുത്തുന്നവർക്ക് കുക്കി സായുധ സംഘങ്ങൾ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രിയെ വധിച്ചാൽ 20 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നാണ് പ്രഖ്യാപനം. ആവശ്യമായ ആയുധങ്ങളും സഹായങ്ങളും നൽകാമെന്ന് പറഞ്ഞ് കുക്കി സായുധ സംഘം വാർത്താക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട്. കുക്കി MLA-മാർ സർക്കാരിൽ നിന്ന് രാജിവെക്കണമെന്നും പ്രത്യേക സ്വയംഭരണ പ്രദേശം അനുവദിക്കണമെന്നുമാണ് കുക്കിയിലെ വലിയൊരു വിഭാഗത്തിന്റെ നിലപാട്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ മജിസ്ട്രേറ്റ് കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ആന്റണി രാജുവിന്റെ ഹർജിയിൽ ഇന്ന് വിധി പറയും. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് വിധി പറയുക. ശിക്ഷാവിധി താൽക്കാലികമായി കോടതി മരവിപ്പിച്ചിരുന്നു. ശിക്ഷ റദ്ദാക്കിയാൽ മാത്രമേ ആന്റണി രാജുവിന് MLA സ്ഥാനത്തേക്ക് തിരികെ എത്താൻ സാധിക്കൂ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും കോടതിയുടെ തീരുമാനം നിർണായകമാണ്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ 3 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജുവിന് വിധിച്ചിരുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ്. കോട്ടയത്ത് നിന്നും വരുന്ന ഒരു വാർത്തയാണ്. കോട്ടയം പൊൻകുന്നത്ത് ആംബുലൻസ് എടുത്ത് ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു എന്ന ഒരു ദാരുണമായ വാർത്തയാണ് പുറത്തു വരുന്നത്. കോട്ടയം പൊൻകുന്നത്താണ് ആംബുലൻസ് ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചത്. തമിഴ്നാട് തേനി സ്വദേശി മുരുകദാസ ശങ്കരപാണ്ഡ്യനാണ് മരിച്ചത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. ആംബുലൻസ് ഇടിച്ചാണ് കാൽനട യാത്രക്കാരൻ മരിച്ചത്. തമിഴ്നാട് തേനി സ്വദേശി മുരുകദാസ് ശങ്കരപാണ്ഡ്യനാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കോട്ടയം പൊൻകുന്നത്താണ് ആംബുലൻസ് ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയാണ് മരിച്ചത്. തമിഴ്നാട് തേനി സ്വദേശിയായ മുരുകദാസ് ശങ്കരപാണ്ഡ്യനാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. തമിഴ്നാട് തേനി സ്വദേശിയായ മുരുകദാസ് ശങ്കരപാണ്ഡ്യനാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ആംബുലൻസ് ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചത്. കോട്ടയം പൊൻകുന്നത്താണ് ആംബുലൻസ് ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചത്.
സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കുറഞ്ഞു. പവന് 1520 രൂപ കുറഞ്ഞ് 1 പവന് 1,17,120 രൂപയായി. ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 1 ഗ്രാമിന് 13,965 രൂപയായി. പുതിയ ആണവ ഉടമ്പടിക്ക് ആഹ്വാനം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുമായി ഉണ്ടായിരുന്ന ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയുടെ കാലാവധി അവസാനിച്ചതോടെയാണ് പുതിയ ഉടമ്പടിക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 2010 പ്രാഗിൽ US-ഉം റഷ്യയും ഒപ്പുവെച്ച ന്യൂ സ്റ്റാർട്ട് കരാറിന്റെ കാലാവധി ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് അവസാനിച്ചത്. കരാറ് പുതുക്കിയില്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും ആണവായുധങ്ങൾ സംഭരിക്കാൻ നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാകും. ഇത് ആയുധ മത്സരം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ചൈനയും പുതിയ ആണവ ഉടമ്പടിയുടെ ഭാഗമാക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. എറണാകുളം ചക്കുമരശ്ശേരിയിൽ വാഹനാപകടത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. ചക്കുമരശ്ശേരി സ്വദേശി രാഹുലിനാണ് പരിക്കേറ്റത്. ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ വാഹനം രാഹുലിനെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഇടിച്ച ശേഷം വാഹനം നിർത്താതെ പോവുകയായിരുന്നു. രാഹുലിന്റെ കൈയിലൂടെ വാഹനം കയറിയിറങ്ങുകയും കാലിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനത്തിനായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു 9:05 അങ്ങനെ ടൈമാണ്. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് ബ്ലോക്കായിട്ട് ഇവിടെ ചക്കുമശ്ശേരി നടക്കുക തന്നെയാണ് സംഭവിച്ചത്. ഈ ചെന്നപ്പോൾ ആളിങ്ങനെ നിൽക്കണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ വണ്ടി കയ്യുമ്മ കൂടെ കയറി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആളുടെ ബോധം പോയി. പിന്നെ എല്ലാവരും കൂടി വന്നിട്ട് ആംബുലൻസൊക്കെ വന്ന് കൊണ്ടുപോയി. പിന്നെ കൊണ്ടുപോണ ടൈമിൽ വെള്ളമൊക്കെ കുടഞ്ഞ് നോക്കിയിട്ടും ആള് ആണ്ട് ബോധത്തിൽ വന്നിട്ടില്ല. തിരുവനന്തപുരം ചന്തവിളയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. കണിയപുരം സ്വദേശി സുധി സുലൈമാനാണ് മരിച്ചത്. മിനി ലോറിയിൽ ബൈക്കിടിച്ചാണ് അപകടം. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കണ്ണൂർ കൂത്തുപറമ്പ് പഴശ്ശി കനാലിൽ വെള്ളം പുറത്തുവിട്ടതോടെ ആമ്പലാട് ഭാഗത്ത് കനാലിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയതായി പരാതി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചപ്പുചവറുകളുമാണ് വലിയ പാലത്തിന് സമീപം ഒഴുകിയെത്തി അടിഞ്ഞുകൂടിയത്. പ്രാഥമികമായി കനാൽ ശുചീകരണം നടക്കാത്തത് കൊണ്ടാണ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതെന്നും ഇത് നീരൊഴുക്ക് തടസ്സപ്പെടാനും സമീപ വീടുകളിലെ കിണർ വെള്ളം മാലിന്യമാകാനും സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം മാലിന്യങ്ങൾ നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് കാറിൽ കടത്തുകയായിരുന്ന 42 കിലോ കഞ്ചാവുമായി യുവാവിനെ പിടികൂടി. മുണ്ടിക്കൽത്താഴം പട്ടാളമുക്കിൽ നിന്നാണ് ഒഡീഷയിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് പിടികൂടിയത്. ഓമശ്ശേരി സ്വദേശി പുറയിൽ ജംഷീറാണ് ഡാൻസാഫിന്റെ പിടിയിലായത്. പ്രതി ജംഷീർ സഞ്ചരിച്ച കാറ് ചെവയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നേരത്തെ 4 കിലോ കഞ്ചാവ് കടത്തുന്നതിനിടെ പിടിയിലായ ജംഷീർ അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് പ്രതി കഞ്ചാവ് എത്തിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. ഇടുക്കി മൂന്നാറിൽ വീണ്ടും ആളുകൾക്ക് നേരെ തെരുവുനായ ആക്രമണം. 2 പേർക്കാണ് നായയുടെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കും തെരുവുനായയുടെ കടിയേറ്റിരുന്നു. മൂന്നാർ ടൗൺ, ഇക്ക നഗർ, രാജീവ് ഗാന്ധി നഗർ എന്നിവിടങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. മൂന്നാറിലും സമീപ മേഖലകളിലും ആളുകൾക്ക് നേരെ തെരുവുനായയുടെ കടിയേൽക്കുന്ന സംഭവം തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി 2 പേർക്കാണ് നായയുടെ കടിയേറ്റിട്ടുള്ളത്. നായയുടെ ആക്രമണത്തിൽ ഇവർക്ക് പരിക്ക് സംഭവിച്ചു. സംഭവത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പോലീസിലും പഞ്ചായത്തിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കും തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ഇക്ക നഗർ, രാജീവ് ഗാന്ധി നഗർ എന്നിവിടങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന സ്ഥിതിയുമുണ്ട്. രാത്രികാലങ്ങളിൽ നായ്ക്കൾ കൂടുതൽ ആക്രമണകാരികളാകുന്നു. കാൽനട യാത്രികരും ഇരുചക്ര വാഹന യാത്രികരുമൊക്കെയാണ് തെരുവുനായ ശല്യത്തിന്റെ പ്രതിസന്ധി കൂടുതലായി അനുഭവിക്കുന്നത്. വിദേശ വിനോദസഞ്ചാരികളടക്കം എത്തുന്ന സംസ്ഥാനത്തിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ മൂന്നാറിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. എറണാകുളം മഞ്ഞുമൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ അത്യാധുനിക മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയവും അഡ്വാൻസ്ഡ് കാർഡിയാക് കാത്ത് ലാബും ഓങ്കോളജിസ്റ്റ് ഡോക്ടർ തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ മുല്ലൂർ OCDയുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ കുര്യാക്കോസ് മോർ
തിയോഫിലോസ് മെട്രോപൊളിറ്റൻ പുതിയ ചികിത്സാ വിഭാഗങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ അമേരിക്കയിലെ തോമസ് ജെഫേഴ്സൺ സർവകലാശാലയുടെ അത്യാധുനിക ഇമ്മ്യൂണോതെറാപ്പി ചികിത്സകൾ നൽകാനുള്ള അന്താരാഷ്ട്ര അംഗീകാരമായ മോളിക്കുലാർ ഓങ്കോളജി സർട്ടിഫിക്കേഷൻ ഡോക്ടർ തോമസ് വർഗീസിന് കൈമാറി. സ്ത്രീകളിലെ ക്യാൻസർ പരിശോധനകളെക്കുറിച്ച് ഡോക്ടർ ഷിജിന തോമസും ഭക്ഷണത്തിലെ മായം വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഡിവൈഎസ്പി ഡോക്ടർ ആർ ജോസും ക്ലാസുകളെടുത്തു. എറണാകുളം ജില്ലയിലെ സാധാരണക്കാർക്കും കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഓരോ രോഗിയുടെയും ക്യാൻസർ കോശങ്ങളുടെ ജൈവഘടന തിരിച്ചറിഞ്ഞുള്ള ട്യൂമർ ബേസ്ഡ് ബയോളജി ചികിത്സാ രീതിയിലൂടെ രോഗമുക്തി കൂടുതൽ സുഗമമാക്കുമെന്ന് തോമസ് വർഗീസ് പറഞ്ഞു. അകാരണമായ ക്ഷീണം, അല്ലെങ്കിൽ വെയിറ്റ് ലോസ്, അതല്ലെങ്കിൽ ശബ്ദവ്യത്യാസം, അതല്ലെങ്കിൽ കഴുത്തിലെ എവിടെയൊക്കെ ഉണ്ടാകുന്ന മുഴകൾ, അതല്ലെങ്കിൽ സ്തനങ്ങളിലോ തൈറോയിഡിലോ ഒക്കെ ഉണ്ടാകുന്ന മുഴകൾ, ബ്ലീഡിങ്, ഇങ്ങനെ നിരവധി ലക്ഷണങ്ങൾ ക്യാൻസർ പുറമെ കാണിച്ചു തരും. എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്യാൻസറിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ പ്രോസസ്സിൻ്റെ പേരാണ് സ്ക്രീനിങ് പ്രോഗ്രാം. അപ്പോൾ ഇത്രയും ക്രമാതീതമായ ക്യാൻസറിൻ്റെ നമ്പറുകൾ കൂടി വരുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും സ്ക്രീനിങ്ങിന് വലിയൊരു റോൾ ഇന്നത്തെ ആധുനിക യുഗത്തിലുണ്ട്. ദന്തചികിത്സയുടെ പേരിൽ തെറ്റിദ്ധാരണാപരമായ പരസ്യങ്ങൾ നൽകുന്നതിനെതിരെ പരാതിയുമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകം. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകി ചികിത്സ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേരള ഡെന്റൽ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചികിത്സ ആവശ്യമായ ആളുകൾ പരസ്യങ്ങളുടെ ചതിക്കുഴിയിൽ അകപ്പെടാതെ ഉത്തരവാദിത്തത്തോടുകൂടി ചികിത്സകൾ നൽകുന്ന ദന്ത ഡോക്ടർമാരുടെ സേവനം തേടണമെന്ന് ഡെന്റൽ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായി തൃശൂർ കൊടുങ്ങല്ലൂർ കനോലി കനാലിൽ നടത്തിവന്ന മണൽ ഖനനം അവസാനിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സന്റെ സാന്നിധ്യത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. മണൽ ഖനനം ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്നാണ് നടപടി. മണലെടുക്കുന്ന യന്ത്രസാമഗ്രികൾ 48 മണിക്കൂറിനകം നീക്കം ചെയ്യാനും നിലവിൽ കരയിൽ സംഭരിച്ചിട്ടുള്ള മണൽ നീക്കം ചെയ്യാനും കരാർ കമ്പനിക്ക് സാവകാശം നൽകാനുമാണ് യോഗത്തിൽ ധാരണയായത്. പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളിക്ക് സമീപം കനോലി കനാലിലെ മണൽ ഖനനം ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അനിയന്ത്രിതമായ മണലെടുപ്പ് മൂലം പുഴയിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തുന്നതും ശുദ്ധജല സ്രോതസ്സുകളിൽ ഉപ്പ് കയറുന്നതും ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. വീടുകൾക്ക് കേടുപാട് സംഭവിക്കലും പുഴയോരം ഇടിയലും പതിവായതോടെ നാട്ടുകാർ മണലെടുപ്പിനിടെ രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് മണലെടുപ്പ് തടയുകയുമുണ്ടായി. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഇടപെട്ട് യോഗം വിളിക്കുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം 5 ആക്കുന്നതിൽ സമ്മതം അറിയിച്ചിരിക്കുകയാണ് സർവീസ് സംഘടനകൾ. ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിലാണ് സംഘടനകൾ നിലപാട് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തീരുമാനം നടപ്പാക്കുമ്പോൾ അവധികൾ വെട്ടിക്കുറയ്ക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5 ദിവസത്തെ ജോലി സമയം വർദ്ധിപ്പിച്ച് തീരുമാനം നടപ്പാക്കുന്നതിനോട് സംഘടനകൾ യോജിച്ചിരിക്കുകയാണ്. ഇന്ന് ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിലാണ് സംഘടനകൾ ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം 5 ആക്കുന്നതിലാണ് ഇപ്പോൾ സർവീസ് സംഘടനകൾ സമ്മതം അറിയിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിലാണ് സംഘടനകൾ നിലപാട് അറിയിച്ചിരിക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ ആഴ്ചയിൽ 5 ദിവസം പ്രവൃത്തി ദിനം എന്ന നിർദ്ദേശം അംഗീകരിച്ചിരിക്കുകയാണ് സർവീസ് സംഘടനകൾ. ചീഫ് സെക്രട്ടറി ഓൺലൈനായി വിളിച്ച യോഗത്തിലാണ് സംഘടനകൾ നിലപാട് അറിയിച്ചിരിക്കുന്നത്. പ്രവൃത്തി സമയം കൂട്ടുന്ന കാര്യത്തിലും എതിർപ്പില്ല എന്ന നിലപാടിലാണ് ജീവനക്കാർ ഉള്ളത്. അതേസമയം പൊതു അവധികൾ, കാഷ്വൽ ലീവുകൾ വെട്ടിച്ചുരുക്കുന്ന കാര്യത്തിൽ സംഘടനാ പ്രതിനിധികൾ കടുത്ത എതിർപ്പ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം 5 ആക്കുന്നതിൽ സമ്മതം അറിയിച്ചിരിക്കുകയാണ് സർവീസ് സംഘടനകൾ. ചീഫ് സെക്രട്ടറി ഓൺലൈനായി വിളിച്ച യോഗത്തിലാണ് സംഘടനകൾ നിലപാട് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തീരുമാനം നടപ്പാക്കുമ്പോൾ അവധികൾ വെട്ടിക്കുറയ്ക്കരുത് എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 5 ദിവസത്തെ ജോലി സമയം വർദ്ധിപ്പിച്ച് തീരുമാനം നടപ്പാക്കുന്നതിനോട് സംഘടനകൾ യോജിപ്പ് അറിയിച്ചിരിക്കുകയാണ്.